ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ മഹാരാഷ്ട്രയിലെ ഫേമസ് ആയിട്ടുള്ള വടയാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഇത് വളരെ പെട്ടെന്ന് തന്നെ സിമ്പിളായി തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു ഇഫ്താർ റെസിപ്പി കൂടിയാണ്. അപ്പം നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോകാം. ഇതിനു വേണ്ടി പൊട്ടാറ്റോ ഉപ്പ് ചേർത്ത് വേവിക്കാൻ വെക്കാം. ഇപ്പം ഞാനിവിടെ പൊട്ടാറ്റോ വേവിച്ചെടുത്തിട്ടുണ്ട്. 3 വിസിലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അധികം വെന്തുടയേണ്ട, ഒരല്പം കട്ടയായി തന്നെ ഇരിക്കട്ടെ. ഒരു 90% വേവിച്ചാൽ മതിയാകും. ഇനി ഇതിലേക്കുള്ള മസാല തയ്യാറാക്കിയെടുക്കാനായി പാൻ ചൂടാകുമ്പോൾ 1/2 സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി ഒരു 1/2 ടീസ്പൂൺ ജീരകവും 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 2 ടീസ്പൂൺ ഗ്രീൻ ചില്ലി പേസ്റ്റ് ഇവ ചേർത്ത് കൊടുക്കാം. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ മസാല പൊട്ടാറ്റോയിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ മല്ലിയിലയും ചേർത്ത് നല്ലതുപോലെ കുഴച്ചെടുക്കാം. ഇനി നമുക്കിതിനെ ഉരുളകളാക്കി എടുക്കാം. ഇനി നമുക്ക് വേണ്ടത് കടലമാവാണ്. 1/2 കപ്പ് കടലമാവാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്ത് അല്പം വെള്ളവും ചേർത്ത് കുഴച്ചെടുക്കാം. അധികം ലൂസും അധികം കട്ടിയുമില്ലാത്ത രൂപത്തിൽ വേണം കുഴച്ചെടുക്കാൻ. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് മാവ് വേണ്ടത്. ഇനി ഈ പൊട്ടാറ്റോ ഉരുളകൾ ഓരോന്നായി കടലമാവിൽ മുക്കി ചൂടായ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ചെയ്തെടുക്കാൻ. തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് കൊടുത്ത് എല്ലാ ഭാഗവും ഒരുപോലെ വെന്ത് കഴിയുമ്പോൾ കോരിയെടുക്കാം. ഇപ്പോൾ വട ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനാബിൾ ചെയ്തേക്കണേ. ഇനി പുതിയൊരു വീഡിയോയുമായി വരുമ്പോഴേക്കും ബൈ.